ഹലോ, അല്ലോച്ചസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കറിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബീഫ് കറിയും വെക്കാം, ഫ്രൈയും ചെയ്യാം. ഞാൻ ഈ ഒരു പാകത്തിലെത്തിയപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചത് ഇതൊരു വ്ളോഗായിട്ട് എടുത്താലോ എന്ന്. അത് കാരണമാണ് ഇപ്പോൾ ഓടി വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടിരുന്നത് എന്തായിരുന്നു വെച്ചാൽ, അതിനകത്ത് നമ്മൾ ചീനച്ചട്ടി വെച്ചു, എണ്ണ ചൂടാക്കി, അതിലേക്ക് കടുകിട്ടു, പിന്നെ കൊത്തിയ തേങ്ങ കൊത്തിട്ടു, കറിവേപ്പില ഇട്ടു. ഇത്രയിട്ട് നന്നായിട്ട് ഞാനങ്ങ് വഴട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തതേ. അത് കഴിഞ്ഞിട്ട് വേണ്ട 3-4 സവാള കൊത്തി അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. സവാള വഴട്ടാനായിട്ട് അറിയാമല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടങ്ങ് വഴട്ടിക്കണം. അപ്പം നന്നായിട്ടതൊന്ന് വഴണ്ട് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് റെഡിയാക്കി വെക്കാം. ഞാനങ്ങനെ ഒന്നിച്ച് നേരത്തെ അരിഞ്ഞു വെച്ച് ശീലമില്ല. അപ്പം ഇടുന്നതിനോടാണ്, അരിയുന്നതിനോടൊക്കെയാണ് എനിക്ക് താല്പര്യം. അപ്പം ഇതങ്ങോട്ട് വഴറ്റാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് റെഡിയാക്കി ചതച്ച് വെക്കാം. അങ്ങനെ ഇടിക്കാൻ വേണ്ടി ചട്ടി എടുത്തപ്പോഴത്തേക്കാണ് ചട്ടിയിൽ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവനെ എന്ത് ചെയ്ത് ഒരു ചെടിയിലേക്ക് ആക്കിയിട്ട് മാറ്റി അങ്ങ് വെച്ചു. അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെന്ന് ഓർത്തു. ഇനി നമുക്ക് നമ്മുടെ പണി നോക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലേ. സവാള ഒന്ന് ലേശം റെഡിയായി വന്നിട്ടുണ്ടേ. ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് സൈഡാക്കിയിട്ട് നമുക്കിനി അടുത്ത് ഇഞ്ചി ചതയ്ക്കാവേ. അപ്പോൾ ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കിനി ആ ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും ഇട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ പച്ചമുളക് ഞാൻ കീറി ഇടത്തില്ലേ, പിള്ളേർക്കും കൂടെ കഴിക്കേണ്ടത് കാരണം പച്ചമുളക് കീറിയൊന്നും ഇടത്തില്ല. അല്ലാതെ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാനൊന്ന് ഇടുന്നതാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഇട്ടിരിക്കുന്നതെല്ലാം നല്ല സൂപ്പറായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് റെഡിയായാൽ മതി. ഇനി നമുക്ക് ഇടേണ്ട പൊടികളൊക്കെ ഒന്ന് അടുത്തോട്ട് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറട്ടെ, നമുക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം. അപ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. എനിക്ക് അളവൊന്നുമില്ല, എൻ്റെ ഇഷ്ടം ഞാനിടുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവനുസരിച്ചിടാവേ. കാരണം നമുക്കറിയത്തില്ലല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എരിവുള്ളതാണോ എരിവില്ലാത്ത മുളക് പൊടിയാണോ എന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മുളക് പൊടി ഇടുക. മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് മാത്രം നമുക്ക് മസാലപ്പൊടി, നമ്മുടെ നല്ല മസാല ഉണ്ടല്ലോ, ഗരം മസാല, അത് നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പൊടിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇതിനെ ഒന്ന് വഴട്ടിയെടുത്തിട്ട് നമുക്ക് ബീഫ് ഇട്ടൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം.
കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടും ഒന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൂടി എടുത്തേക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ബീഫ് ഫ്രൈക്ക് കിട്ടുന്നത്. കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും ആ ഒരു ജസ്റ്റ് ഒരു എരിവും ഒക്കെ ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. 2 ഏലക്ക ഒന്ന് പിച്ചിക്കീറി ഇങ്ങനെ ഇടുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ച് ഇടുന്നതോ ഒക്കെ ഒരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ നല്ലതായിരിക്കും. ഞാൻ 2 ഏലക്കയും പൊടിച്ചിടുന്നുണ്ട്. വെച്ചിട്ട് ശരിയാകാത്തത് കൊണ്ട് ഞാനതൊന്ന് പറിച്ച് കീറിയിടുന്നതാണ്. നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഫിസിലൊക്കെ വന്ന് മാറ്റി വെച്ചിരിക്കുന്ന കുക്കറിനെ നമുക്കൊന്ന് പതിയെ ഒന്ന് തുറന്ന് നോക്കാവേ. നന്നായിട്ട് വെന്തിരിക്കുകയായിരുന്നു ബീഫൊക്കെ. അപ്പം അത് മൊത്തത്തോടെ അങ്ങ് ഒഴിച്ച് വെക്കാം. ബീഫ് ഒലത്തിയെടുക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വെള്ളം കളയണമെന്നില്ല. അത് മൊത്തത്തോടെ അങ്ങ് ഒഴിച്ചെടുക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും നല്ലത്. അല്ല, അതിൻ്റെ ഒരു ഗുണവും പോവും, അതിൻ്റെ ആ ഒരു ടേസ്റ്റും പോവും. നമ്മൾ ബീഫ് ഒലത്തിറച്ചിക്ക് വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് വെള്ളം കളഞ്ഞ് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ അങ്ങ് മാറും. അപ്പം മൊത്തത്തോടെ അങ്ങ് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഗ്രേവിയൊക്കെ എല്ലായിടും ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി നല്ലൊരു വാഴയില കഴുകി എടുത്തുകൊണ്ട് വന്ന് അടച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഇപ്പം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി മസാല കൂട്ടൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. മേടിച്ചതായിരുന്നേ 50 രൂപയുടെ മസാലക്കൂട്ട്. അതെല്ലാം പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം കറി മാറ്റി സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെയും പാൻ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ എടുത്തൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കറിക്കകത്ത് നിന്ന് ഒരു പകുതി നമുക്ക് എത്ര ആവശ്യമാണോ ഫ്രൈ ചെയ്യാനുള്ളത്
അതെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അത് ഫ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങുന്ന സമയത്തേക്ക് നമുക്കതിനകത്തേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സവാള നന്നായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ആ മസാല അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി, നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.